ഹായ്. ഇന്ന് ഹോട്ട് ടോപ്പിക്സിൽ നമുക്ക് നോക്കാനുള്ളത് നാഡീവ്യവസ്ഥ എന്ന ടോപ്പിക്കിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് നോക്കിയിരുന്നത് ബ്രെയിനിന്റെ ഭാഗങ്ങളായിരുന്നു അല്ലെ. അപ്പോൾ ഇനി നോക്കാനുള്ളത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അത് നോക്കാം നമുക്ക് ആദ്യം. അപ്പോൾ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? വാസോപ്രസിനും ഓക്സിറ്റോസിനും. ഓക്കെ, അപ്പൊ അതിനു മുന്നേ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. വാസോപ്രസിനാണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത് അല്ലെ. ഇതില് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ ആദ്യം നോക്കുക. വാസോപ്രസിനും അതുപോലെ ഓക്സിറ്റോസിനും ഉണ്ട്. ഇതിന് വാസോപ്രസിനെ നമുക്ക് എന്തൊക്കെ പറയാം? ADH അല്ലെ. ADH എന്നറിയപ്പെടുന്നത് എന്താണ്? വാസോപ്രസിനാണ്. അതുപോലെ ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത് അല്ലെ. ADHന്റെ ഫുൾ ഫോം എന്താണ്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അപ്പോൾ വാസോപ്രസിൻ അഥവാ ADH എന്താ ചെയ്യുന്നത്? ശരീരത്തിലെ ജലത്തിന്റെ അളവിനെ ക്രമീകരിക്കാൻ സഹായിക്കുന്നു. എന്തിനാ സഹായിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവിനെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? വാസോപ്രസിൻ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം, വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാസോപ്രസിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. വാസോപ്രസിന്റെ അളവ് കൂടിയാൽ എന്തുണ്ടാവും? മൂത്രത്തിന്റെ അളവ് കുറയുന്നു. എന്ന വാസോപ്രസിന്റെ അളവ് കുറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ എന്തുണ്ടാവും? മൂത്രത്തിന്റെ അളവ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഇനി ADHന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപിഡസ്. നമുക്കറിയാം, ഡയബറ്റിസ് ഇൻസിപിഡസ് ഉണ്ട്, ഡയബറ്റിസ് മെലിറ്റസും ഉണ്ട്. ഇതിൽ ADHന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം, അതാണ് ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ നോക്കാം. എന്തൊക്കെ? നമ്മൾ പറഞ്ഞു, ADHന്റെ കുറവ് മൂലം എന്തുണ്ടാവും? അതായത് വാസോപ്രസിന്റെ അളവ് കുറഞ്ഞാൽ മൂത്രത്തിന്റെ അളവ് കൂടുന്നു പറഞ്ഞു. അപ്പോ ലക്ഷണങ്ങൾ എന്തൊക്കെ ഉണ്ടാവാം? കൂടെയുള്ള മൂത്രമൊഴിപ്പ്, അതുപോലെ അമിതമായിട്ടുള്ള ദാഹം. മനസ്സിലായോ? ഇനി ഡയബറ്റിസ് ഇൻസിപിഡസ് അല്ലാതെ എന്തുണ്ട്? ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതായത് ഇൻസുലിന്റെ അഭാവം കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. എന്തിന്റെ അഭാവം മൂലം? ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഏതൊക്കെ? വാസോപ്രസിനും ഓക്സിറ്റോസിനും. അതിൽ വാസോപ്രസിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നോക്കാനുള്ളത് ഓക്സിറ്റോസിൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. പ്രസവ സമയത്ത് ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രസവ സമയത്ത് ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. അതിനാൽ ഓക്സിറ്റോസിനെ ബർത്ത് ഹോർമോൺ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? ബർത്ത് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏതാ? ഓക്സിറ്റോസിൻ ആണ്. ഇനി ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളും എവിടെയാണ് സംഭരിക്കുന്നതെന്നറിയോ? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിലാണ് സംഭരിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ രണ്ട് ഹോർമോണുകളും ഏതൊക്കെ? ഓക്സിറ്റോസിനും വാസോപ്രസിനും എവിടെയാണ് സംഭരിക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിലാണ് സംഭരിക്കുന്നത്. ഹൈപ്പോതലാമസിൽ ഗോൾജി ബോഡീസ് ഇല്ല. ശ്രദ്ധിക്കുക, ഹൈപ്പോതലാമസിൽ എന്തില്ല? ഗോൾജി ബോഡീസ് ഇല്ല. അതുകൊണ്ട് എന്താണ്? ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന വാസോപ്രസിനും ഓക്സിറ്റോസിനും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിലാണ് സംഭരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സംഭരിക്കുന്നത്? മനസ്സിലായോ? ഹൈപ്പോതലാമസിൽ എന്തില്ല? ഗോൾജി ബോഡീസ് ഇല്ല. അതുകൊണ്ടാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ രണ്ട് ഹോർമോണുകളും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ സംഭരിക്കുന്നത്. അപ്പോ ഈ ഗോൾജി ബോഡീസ് എന്താണ്? ഈ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി ബോഡീസ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ്
ഗോൾജി ബോഡീസ് ഹോർമോണുകൾ, രാസാഗ്നികൾ എന്നിവയെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾജി ബോഡീസ്. ഇവ എന്താ ചെയ്യുക? ഗോൾജി ബോഡീസ് ഹോർമോണ്, രാസാഗ്നി ഇവയെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾജി ബോഡീസ് എന്ന് പറഞ്ഞു. ഈ ഗോൾജി ബോഡീസ് എന്തില്ല, ഏതിലില്ല? ഹൈപ്പോതലാമസിൽ ഇല്ല. അതുകൊണ്ട് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന വാസോപ്രസിനും ഓക്സിറ്റോസിനും എവിടെയാണ് സംഭരിക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിലാണ് സംഭരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി ബോഡീസ് ആണ്. ഇത് PYQ ആണ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഏതാ? ഗോൾജി ബോഡീസ് ആണ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി ബോഡീസ് ആണ്. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് സെറിബെല്ലമാണ് നോക്കാനുള്ളത്. സെറിബെല്ലം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സെറിബ്രത്തിന് പിന്നിൽ ല്ലേ താഴെ 2 ദളങ്ങളിലായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നില് താഴെ 2 ദളങ്ങളിലായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഈ സെറിബെല്ലം എന്ന് പറയുന്നത്. അതുപോലെ സെറിബെല്ലത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിളിപ്പേരാണ് എന്ത്? ലിറ്റിൽ ബ്രെയിൻ എന്ന് വിളിക്കുന്നു. എന്താ പറയുന്നത്? ലിറ്റിൽ ബ്രെയിൻ എന്ന് വിളിക്കുന്നത് മാറിപ്പോവരുത്. സെറിബ്രം അല്ല, എന്താണ്? സെറിബെല്ലമാണ്. ഇത് PYQ ആണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ മസ്തിഷ്ക ഭാഗം. അപ്പൊ ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗം ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? സെറിബ്രം ആണ് അല്ലെ. ഇത് ഏറ്റവും വലിയ രണ്ടാമത്തെ മസ്തിഷ്ക ഭാഗം. ഈ ഒരു ക്ലാസ് കാണുമ്പോൾ പാർട്ട് 1 കാണാത്തവർ എന്ത് ചെയ്യുക? പാർട്ട് 1 കണ്ടിട്ട് വേണം പാർട്ട് 2 കാണാനായിട്ട് കേട്ടോ. എങ്കിലേ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ഓക്കെ. ഇനി ചുളിവുകളും മടക്കുകളും ചാലുകളും ഇവിടെയും കാണപ്പെടുന്നുണ്ട്. ഓക്കെ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നു. ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്. PYQ ആണ്. എന്താണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഏതാ? സെറിബെല്ലമാണ്. മറ്റൊരു PYQ ആണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം. എന്താണ്? മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? സെറിബെല്ലം. അതുപോലെ തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നു. അപ്പൊ തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം ചോദിച്ചാൽ ഏത് പറയണം? സെറിബെല്ലമാണ്. ഓക്കെ. ഇനി നമ്മോട് ചോദിക്കുകയാണ് മദ്യം ബാധിക്കുന്ന ശരീരഭാഗം, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അത് കരളിനെയാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് എന്നത് പറയുന്നത് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന ശരീരഭാഗം കരള്. എന്നാൽ തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട ശരീരഭാഗം ഏതാ? അത് ചെവിയാണ്. എന്നാൽ എന്ത്? തലച്ചോറിലെ ഭാഗമാണ് ചോദിക്കുന്നതെങ്കിൽ അതെന്താണ്? അത് സെറിബെല്ലമാണ്. അപ്പൊ അത് മാറിപ്പോവാതെ നോക്കുക കേട്ടോ. ഓക്കെ. ഇനി ചോദിക്കുന്നത്, നമുക്ക് പറയാനുള്ളത് മെഡുല്ല ഒബ്ലോങ്കേറ്റ. അനൈച്ഛിക ചലനങ്ങളെ, എന്താണ്? അനൈച്ഛിക ചലനങ്ങളെ എഴുതി വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കാൻ മെഡുല്ല ധാരാളം കേന്ദ്രങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഹൃദയ കേന്ദ്രം, ശ്വസന കേന്ദ്രം, വാസോ മോട്ടോർ കേന്ദ്രം, ഉമിനീർ ഉൽപാദന കേന്ദ്രം. അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കാൻ മെഡുല്ല ധാരാളം കേന്ദ്രങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? ഹൃദയ കേന്ദ്രം, ശ്വസന കേന്ദ്രം, വാസോമോട്ടോർ കേന്ദ്രം, ഉമിനീർ ഉൽപാദന കേന്ദ്രം. ഹൃദയ കേന്ദ്രം, ശ്വസന കേന്ദ്രം, വാസോമോട്ടോർ കേന്ദ്രം, ഉമിനീർ ഉൽപാദന കേന്ദ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓക്കെ. അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കാൻ മെഡുല്ല ധാരാളം കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഹൃദയ കേന്ദ്രം ഉപയോഗിക്കുന്നുണ്ട്, ശ്വസന കേന്ദ്രം, വാസോമോട്ടോർ കേന്ദ്രം, ഉമിനീർ ഉൽപാദന കേന്ദ്രം. ഈ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം PYQ ആണ്. ഏതെന്ന് ചോദിച്ചാൽ അപ്പൊ ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പൊ ഇതിന്റെ സ്ഥാനം നമ്മൾ പഠിക്കണ്ടേ? നമ്മുടെ സെറിബ്രം ഉണ്ടല്ലോ, സെറിബ്രത്തിന്റെ ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. അതിന് എക്സാമ്പിൾ ആണ് എന്തൊക്കെ? അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കാൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തിനൊക്കെ നിയന്ത്രിക്കുന്നുണ്ടാവും? അനൈച്ഛികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛയോടെ അല്ലാതെ, അതായത് നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ശരീരം ചെയ്യുന്നതാണ്. ഏത്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നത്. അപ്പൊ ആരാ? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. മനസ്സിലായോ? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം. പിന്നെ നമ്മളൊരു പോൺസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ,
സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തിന്റെ മുന്നിൽ മെഡുല്ലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തിന് മുന്നിൽ എവിടെയായിരുന്നു മെഡുല്ല നമ്മൾ പറഞ്ഞത്? സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നതാണെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? സെറിബ്രത്തിന് ചുവടെ ആണ് എന്ത്? സെറിബെല്ലം. ഇതിന് മുന്നിലായിട്ട് മെഡുല്ലയുടെ മുകളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പോൺസ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെന്താ അതിന്റെ പ്രത്യേകത? ശ്വസന പ്രക്രിയയിൽ മെഡുല്ലയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ശ്വസന പ്രക്രിയ നിയന്ത്രിക്കുന്നത് ആരാ? മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ശ്വസന പ്രക്രിയയിൽ മെഡുല്ലയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ആരാ? പോൺസ് ആണ്. മനസ്സിലായോ? ഇനി ഹ്യൂമൻ ബ്രെയിന് നമ്മൾ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നോക്കുക, ഫോർ ബ്രെയിന് എന്താണ് ഫോർ ബ്രെയിന്, അതുപോലെ എന്താണ് മിഡ് ബ്രെയിന്, പിന്നെ ഹൈൻഡ് ബ്രെയിന്, പിന്നെ നമുക്ക് സ്പൈനൽ കോഡ് കാണാം, അതുപോലെ എന്ത് കാണാൻ പറ്റും? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഈ സ്പൈനൽ കോഡ് നോക്കുക കേട്ടോ. ഇനി എന്താ നമ്മൾ പഠിക്കാനുള്ളത്? നമുക്ക് സുഷുമ്നയാണ് കേട്ടോ. അപ്പൊ മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗം ശ്രദ്ധിക്കുക. എവിടെ കണ്ടില്ലേ സ്പൈനൽ കോഡ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന എന്ന് പറയുന്നത്. സുഷുമ്ന എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നട്ടെല്ലിനുള്ളിലാണ് സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗം ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? സുഷുമ്നയാണെന്ന് പറഞ്ഞു. സുഷുമ്ന എവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? നട്ടെല്ലിനുള്ളിലാണ്. മസ്തിഷ്കത്തെ പോലെ സുഷുമ്നയും മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, മെനിഞ്ചസ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോ മസ്തിഷ്കത്തെ പോലെ സുഷുമ്നയും എന്തുകൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്? മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചു വച്ചേക്കുക. ഇനി സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ട്. എവിടെയുണ്ട്? സുഷുമ്നയുടെ ഉള്ളിലെ നമ്മൾ പറഞ്ഞ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അത് എവിടെയും കൂടെ കാണപ്പെടുന്നുണ്ട്? ഈ സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ മെനിഞ്ചസ് ഉണ്ട്, ഇതിനെ ആവരണം ചെയ്ത് അല്ലെ. ഓക്കെ, എന്തുണ്ട്? മെനിഞ്ചസ് കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും എന്തുണ്ട്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും. ബാഹ്യഭാഗം എന്താണ്? വൈറ്റ് മാറ്റർ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിച്ചിട്ടുള്ളതാണ്. സുഷുമ്നയുടെ പുറം ഭാഗത്ത് അല്ലെങ്കിൽ ബാഹ്യഭാഗത്ത് എന്താണ്? വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് എന്താണ്? ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. മനസ്സിലായോ? ഇനി സുഷുമ്നയിൽ നിന്നും എന്താണ്? 31 ജോഡി സുഷുമ്ന നാഡികൾ പുറപ്പെടുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സുഷുമ്നയിൽ നിന്നും എത്ര ജോഡി സുഷുമ്ന നാഡികളാണ് പുറപ്പെടുന്നത്? 31 ജോഡി സുഷുമ്ന നാഡികളാണ്. 31 ജോഡി സുഷുമ്ന നാഡികളാണ് പുറപ്പെടുന്നത്. ഓരോ സുഷുമ്ന നാഡിയിലും എന്തുണ്ട്? ഇത് ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്നതാണ്. ഓരോ സുഷുമ്ന നാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്ന് ഉണ്ടാകുന്നു. ഇനി നോക്കാം നമുക്ക് സംവേദ ആവേഗങ്ങൾ. എന്താണ്? സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും എന്താ ചെയ്യുന്നത്? സംവേദ ആവേഗങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആവേഗങ്ങൾ അല്ലെ, എന്താണ്? ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. സംവേദ ആവേഗങ്ങൾ ഏത് റൂട്ടിലൂടെ? ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. മനസ്സിലായോ? ഇനി നവജാത ശിശുവിന്റെ സുഷുമ്ന നട്ടെല്ലിന്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നുണ്ട്. ഒരു നവജാത ശിശുവിനെ എടുത്താല് ഈ ശിശുവിന്റെ സുഷുമ്ന എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നട്ടെല്ലുണ്ടല്ലോ, ഈ നട്ടെല്ലിന്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നു. എന്നാൽ ഇതെന്താണ്? മുതിർന്നവരുടേത് നട്ടെല്ലിന്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസൃതമായിട്ട് എന്ത് വളരൂല? സുഷുമ്ന വളരുന്നില്ല. മനസ്സിലായോ? അപ്പോ ഒരു നവജാത ശിശുവിനെ എടുത്തു നോക്കിയാൽ ശിശുവിന്റെ നട്ടെല്ലിന്റെ താഴെ അഗ്രം വരെ എന്ത് നീണ്ടു കിടക്കുന്നുണ്ട്?
ആ സുഷുമ്ന നീണ്ടു കിടക്കുന്നുണ്ട്. പക്ഷേ മുതിർന്നവരുടേത് നട്ടെല്ലിന്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസൃതമായിട്ട് എന്ത് ചെയ്യൂല, സുഷുമ്ന വളരുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ സെൻട്രൽ കനാല്, എന്താ നമ്മൾ ഫ്ലൂയിഡ് പറഞ്ഞല്ലോ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, പിന്നെ ഡോർസൽ റൂട്ട്, ഡോർസൽ റൂട്ട്, അതുപോലെ ഗ്രേ മേറ്റർ, ഉള്ളിൽ ഗ്രേ മേറ്ററും പുറമെ എന്താണ് വൈറ്റ് മേറ്ററും. ഓക്കെ, ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും. ഓക്കെ, എന്താ ആവേഗങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഏതിലൂടെ, ഡോർസൽ റൂട്ടിലൂടെയും, പിന്നെ സുഷുമ്നയിൽ നിന്ന് ഇങ്ങോട്ട് എന്താണ് വെൻട്രൽ റൂട്ടിലൂടെയും എന്ത് ചെയ്യുന്നു, പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. അത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും അതുപോലെ തിരിച്ചും എന്ത് ചെയ്യപ്പെടുന്നു, പ്രേഷണം ചെയ്യപ്പെടുന്നു. കണ്ടില്ലേ, മസ്തിഷ്കം, സുഷുമ്ന കണ്ടല്ലോ. അപ്പൊ എന്താ ചെയ്യുന്നത്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ ഇതിലൂടെ മസ്തിഷ്കത്തിലേക്കും അതുപോലെ തിരിച്ചും പ്രേഷണം ചെയ്യുന്നു. ഇനി നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ നടത്തം അതുപോലെ ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും ആര് തന്നെയാണ്? സുഷുമ്നയാണ്. നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം, ശ്രദ്ധിച്ചു കേൾക്കുക, ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷുമ്നയാണ്. നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ, അതായത് നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ ഉദ്ദീപനങ്ങൾ ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രതികരിക്കുക, അല്ലെ, ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രതികരണങ്ങൾ ബോധപൂർവമാണോ? അല്ല, ബോധപൂർവമല്ല സംഭവിക്കുന്നത്. റിഫ്ലെക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാര പാതയാണ് എന്തെന്ന് പറയുന്നത്? റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ റിഫ്ലെക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ എന്തറിയപ്പെടുന്നു? റിഫ്ലെക്സ് ആർക്ക് എന്നറിയപ്പെടുന്നു. പ്രധാനമായും സുഷുമ്നയാണ് റിഫ്ലെക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി വർത്തിക്കുന്നത്. മനസ്സിലായോ? പ്രധാനമായിട്ടും സുഷുമ്നയാണ് എന്തെന്ന് പറയുന്നത്? റിഫ്ലെക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിട്ട് വർത്തിക്കുന്നത്. ഇത്തരം റിഫ്ലക്സുകളാണ് സ്പൈനൽ റിഫ്ലക്സുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും സുഷുമ്നയാണ് എന്ത് ചെയ്യുന്നത്? റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിട്ട് വർത്തിക്കുന്നത്. ഇത്തരം റിഫ്ലക്സുകളാണ് സ്പൈനൽ റിഫ്ലക്സുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കാം നമുക്ക്. ഇവിടെ കണ്ടോ, ഇതെന്താണ്? ഒരു ഉദ്ദീപനമാണ്. ഉദ്ദീപനം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യാണ്? ഇതിനടുത്ത് ഒരു വിരല് കൊണ്ടുവരികയാണ്. അപ്പൊ എന്താവുകയാണ്? ഗ്രാഹി, അല്ലെ, ആവേഗങ്ങളെ രൂപപ്പെടുത്തുന്നത് ഈ ഗ്രാഹികളാണ്. ഗ്രാഹി എന്ത് ചെയ്യും? ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. കണ്ടോ, ഇതിലൂടെ ഈ പോകുന്നത് സംവേദനാഡിയാണ്. ആവേഗങ്ങളെ സുഷുമ്നയിലേക്കാണ് എത്തിക്കുന്നത്. ഇതിലൂടെ പോയിട്ട് എവിടെ എത്തും? സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. ഇനി സംവേദനാഡിയെയും അതുപോലെ പ്രേരക നാഡിയെയും, സംവേദനാഡി പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നതും, പ്രേരക നാഡി എന്ന് പറയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട്, അല്ലെ, ഇങ്ങോട്ട് വരുന്നത് പ്രേരക നാഡി. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഇനി സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇന്റർന്യൂറോൺ എന്താ ചെയ്യുക? സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി ഇപ്പൊ ഒരു ചൂട് കിട്ടുന്നുണ്ട് എന്നുള്ളത്, ചൂട് ഉണ്ട് എന്നുള്ളത് സംവേദ ആവേഗമാണ്. അതിനനുസരിച്ചിട്ട് വേഗത്തിലുള്ള പ്രതികരണം എന്ത് ചെയ്യണം? നമ്മൾ കൈവലിക്കണം, അല്ലെ. അപ്പൊ ആ പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ആരാണ്? ഇന്റർ ന്യൂറോൺ ആണ്. അപ്പൊ പ്രേരക നാഡി കണ്ടില്ല നമ്മൾ, ഈ കാണുന്നത്, ഇതിലൂടെ ഇങ്ങനെ പോകുന്ന ബ്ലൂ കളറിലുള്ളത്
എന്നുള്ളത് അത് പ്രേരക നാഡിയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടുത്തെ പേശിയിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഇത് എന്ത് ചെയ്യാണ്? കൈ വലിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് വർക്ക് ചെയ്യണം. അപ്പം അതിലേക്കുള്ള പേശിയിലേക്കുള്ള നിർദ്ദേശം സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ ഏതാ? അത് പ്രേരക നാഡിയാണ്. ഇനി ഈ പേശി ഇത് പേശികളുടെ പ്രവർത്തനത്താൽ എന്ത് ചെയ്യപ്പെടണം? കൈ പിൻവലിക്കുന്നു. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്നാൽ എല്ലാ റിഫ്ലക്സുകളും എന്തല്ല? സുഷുമ്നയുടെ നിയന്ത്രണത്തിലല്ല. എല്ലാ റിഫ്ലക്സും എന്തിന്റെ നിയന്ത്രണത്തിലല്ല? സുഷുമ്നയുടെ നിയന്ത്രണത്തിലല്ല. സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഇത്തരം റിഫ്ലക്സ് ആണ് സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോഴോ നാം കണ്ണ് ചിമ്മുന്നത് ഒരു റിഫ്ലക്സ് പ്രവർത്തനമാണ്. എന്താണ്? കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ അതുപോലെ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോഴോ നാം കണ്ണ് ചിമ്മുന്നത് ഒരു റിഫ്ലക്സ് പ്രവർത്തനമാണ്. അപ്പൊ നമുക്ക് എന്താ നോക്കാം? മദ്യവും റിഫ്ലക്സും നോക്കാം. അതിലെന്താ പറയുന്നത്? മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന ഗാബ ട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ഗാബ എന്ന നാഡീയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. ഗാബയെ എന്ത് ചെയ്യും? അതെന്താണ്? ഒരു നാഡീയ പ്രേഷകമാണ്. നാഡീയ പ്രേഷകമൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഈ നാഡീയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നത് ആരാ? എന്താണ്? അങ്ങനെയല്ല, മദ്യം എന്ത് ചെയ്യും? മസ്തിഷ്കത്തിലെ ഈ ഗാബ എന്ന നാഡീയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന ഈ നാഡീയ പ്രേഷകത്തിന്റെ ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമാകുന്നു. അതാണ് മദ്യം കഴിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥക്ക് കാരണം. മനസ്സിലായോ? മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന ഏത് നാഡീയ പ്രേഷകം? ഗാബ, അതായത് ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും എന്താകുന്നുണ്ട്? തടസ്സമാകുന്നു. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാനുള്ളത് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ബോധതലത്തിന് മുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. നമ്മുടെ ബോധതലത്തിന് മുകളിൽ നടക്കുന്ന പ്രവർത്തനം അതിനെ നിയന്ത്രിക്കുന്നത്, നമുക്ക് ബോധപൂർവമല്ലാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അതിനെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഏത് വ്യവസ്ഥയാണ്? സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. അപ്പൊ ഈ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാല് അതിൽ എന്തൊക്കെയുണ്ട്? സിമ്പതറ്റിക് വ്യവസ്ഥയുണ്ട്, പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ഉണ്ട്. ബോധതലത്തിന് മുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണെന്ന് പറഞ്ഞു. സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ പഴയ SCERT-യിലും എല്ലാം കൊടുത്തിട്ടുള്ള സെയിം പിക്ചർ തന്നെയാണ്. ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പതറ്റിക് വ്യവസ്ഥ, പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. ഇതില് ഇവിടെ കാണാം പ്യൂപ്പിള് സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം എന്താണ്? പ്യൂപ്പിള് കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? വികസിക്കുന്നു. ഓക്കെ, കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ഇനി പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിലെ പ്രവർത്തനം എന്താണ്? ഈ കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു. കണ്ണിലെ പ്യൂപ്പിള് ചുരുങ്ങുന്നു. സിമ്പതറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യാണ്? വികസിക്കുന്നു. പാരാസിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം എന്താണ്? കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. ഇനി എന്ത് ചെയ്യുന്നു? ഉമിനീർ ഉൽപാദനം കുറയുന്നു. സിമ്പതറ്റിക് വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപാദനം കുറയുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു റോഡിലൂടെ അങ്ങനെ പോവാണ്, ഒരു നായയെ കണ്ടു എന്ന് വിചാരിക്കുക. അപ്പൊ പ്രവർത്തിക്കുന്നത് സിമ്പതറ്റിക് വ്യവസ്ഥയാണെന്ന് കരുതുക. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ? കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? വികസിക്കും.
ഉമിനീർ ഉൽപാദനം എന്ത് ചെയ്യും? നമ്മുടെ വെള്ളമൊക്കെ വറ്റും അല്ലെ? അപ്പോ ഈ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ. അവിടെ എന്താണ്? ഉമിനീർ ഉൽപാദനം കൂടുകയാണ് ചെയ്യുക. ഇനി ഇവിടെ സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ എന്ത് ചെയ്യും? നമ്മുടെ ശ്വാസനാളമൊക്കെ വികസിക്കും. അതുപോലെ എന്ത് ചെയ്യും? ഹൃദയമിടിപ്പ് കൂടുന്നുണ്ട്. ആമാശയ പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിക്കും അല്ലെ? ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ആമാശയ പ്രവർത്തനങ്ങൾ അതിനൊന്നും നേരെ ഉണ്ടാവൂല. എന്ത് ചെയ്യും? ഇതൊക്കെ മന്ദീഭവിക്കും. പിന്നെന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണെന്ന് വെച്ചാല് ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കുന്നു അല്ലെ? ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കുന്നു. നമുക്ക് ഓടാനുള്ള ഒരു ഇതൊക്കെ വരും, ഊർജ്ജമൊക്കെ കിട്ടും അല്ലെ? ഇനി എന്ത് ചെയ്യും? കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു. കുടലിലെ പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യാണ്? അവിടെ മന്ദീഭവിക്കുന്നു. മനസ്സിലായോ? ഹോർമോൺ ഉൽപാദനം എന്താ ചെയ്യുക? കൂടുന്നു. ഓക്കെ, മൂത്രാശയം പൂർവസ്ഥിതി പ്രാപിക്കുന്നു. അത്രയും കാര്യങ്ങളാണ് സിമ്പതറ്റിക് വ്യവസ്ഥയിൽ പറയാനുള്ളത്. എന്തൊക്കെയാണ് സിമ്പതറ്റിക് വ്യവസ്ഥയിൽ നടക്കുന്ന പ്രവർത്തനം? ഇവിടെ നോക്കുക നിങ്ങൾ, അവയവവും അല്ലെങ്കിൽ ഭാഗം കൊടുത്തിട്ടുണ്ട്. പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നത്? പ്യൂപ്പിൾ എന്താ ചെയ്യുക? പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ഉമിനീർ ഗ്രന്ഥി കുറയുന്നു. ശ്വാസനാളം എന്ത് ചെയ്യും? വികസിക്കും. ഹൃദയമിടിപ്പ് കൂടുന്നു. ആമാശയം മന്ദീഭവിക്കുന്നു. കരൾ എന്ത് ചെയ്യും? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. കുടൽ എന്ത് ചെയ്യുക? അതും എന്ത് ചെയ്യും? മന്ദീഭവിക്കുന്നു. കുടലിന്റെ പ്രവർത്തനം എന്ത് ചെയ്യുക? മന്ദീഭവിക്കുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനമാണ് കേട്ടോ അത്. മൂത്രാശയം അതെന്ത് ചെയ്യുന്നു? പൂർവസ്ഥിതിയിലാകുന്നു. ഇനി പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം എന്താ ചെയ്യുക? പ്യൂപ്പിൾ എന്ത് ചെയ്യും? ചുരുങ്ങുന്നു. ഉമിനീർ ഗ്രന്ഥി എന്താ ചെയ്യുക? ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കുക. ഉമിനീർ ഗ്രന്ഥി കുറയുന്നത് എന്ത് ചെയ്യും? ഇവിടെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ കൂടുന്നു. പിന്നെ ശ്വാസനാളം വികസിച്ചതാണ് ഇതില് സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം. എന്നാൽ ഇവിടെ എന്താണ്? യഥാസ്ഥിതിയിലാകുന്നു. ഹൃദയം അതുപോലെ എന്ത് ചെയ്യുന്നു? ഹൃദയമിടിപ്പ് കൂടിയിരുന്നു. ഇവിടെ എന്തായിരുന്നു? പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ അതും യഥാസ്ഥിതിയിലാകുന്നു. ആമാശയം മന്ദീഭവിച്ചിരുന്നു. അതും എന്താണ്? പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം. യഥാസ്ഥിതിയിലാകുന്നു. കരള് എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് ആയൊക്കെ മാറിയിരുന്നു. വീണ്ടും ഗ്ലൈക്കോജനായി മാറുന്നു. അങ്ങനെ സംഭവിക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? കുടലിന്റെ പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിച്ചിരുന്നു. ഏതില്? സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ. എന്നാൽ ഇവിടെ എന്താണ്? യഥാസ്ഥിതിയിലാകുന്നു. മൂത്രാശയം എന്ത് ചെയ്യാണ്? നേരത്തെ എന്തായിരുന്നു? സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ പൂർവസ്ഥിതിയിലായിരുന്നു. ഇതെന്താ ചെയ്യാം? പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ അത് എന്താണ്? ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. ഇപ്പൊ ഇത് ഓർത്തു വെക്കാൻ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നായയെ കാണുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ചാൽ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഓർത്തു വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ പറയാനുള്ളത്. ഇനി നാഡീവ്യവസ്ഥയും തകരാറുകളുമാണ് നമുക്ക് നോക്കാനുള്ളത്. ആരോഗ്യപൂർണമായ നാഡീവ്യവസ്ഥയാണ് ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത്. ആരോഗ്യപൂർണമായിട്ടുള്ള നാഡീവ്യവസ്ഥ, ഇതാണ് ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം. നാഡീവ്യവസ്ഥയിലെ ചെറിയ തകരാറുകൾ പോലും ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും. അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആരോഗ്യപൂർണമായ നാഡീവ്യവസ്ഥയാണ് ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം. ഇതിലെ എന്തെങ്കിലും ചെറിയ തകരാറുകൾ പോലും എന്ത് ചെയ്യും? വളരെ ഗൗരവമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യും? കാരണമാകും. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അങ്ങനെ വരുന്ന രോഗങ്ങൾ എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അൾഷിമേഴ്സ് നോക്കാം. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. അതുപോലെ ന്യൂറോണുകൾ നശിക്കുന്നു. അൾഷിമേഴ്സ് ബാധിച്ചാൽ എന്താ ഉണ്ടാവുക? അൾഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തിലെ നാഡീകലകള് ഇതിൽ എന്ത് ചെയ്യാണ്? ലയിക്കാത്ത ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി അതുപോലെ ന്യൂറോണുകൾ എന്ത് ചെയ്യാണ്? അവിടെ നശിക്കുകയാണ്. അതിന്റെ ലക്ഷണം എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അൾഷിമേഴ്സിന്റെ ലക്ഷണം എന്ന് പറയുന്നത് സാധാരണ അല്ലെങ്കിൽ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും എന്ത് ചെയ്യാൻ കഴിയാതെ വരിക. ഓക്കെ, ഓർമ്മ തന്നെ ഇല്ലാതാവുക, സാധാരണ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. അതാണ് അൾഷിമേഴ്സിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പാർക്കിൻസൺസ് അത് മറ്റൊരു രോഗമാണ്. അതായത് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം.
മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. എന്താണ് കുറയുന്നത്? ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. പാർക്കിൻസൺസ് രോഗം എന്ന് പറയുമ്പോൾ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, തലച്ചോറിൽ ഡോപ്പമൈൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. ഇവിടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശരീരതുലന നില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയല്, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക. ശരീരത്തിന് വിറയലുണ്ടാകുക, ക്രമരഹിതമായിട്ടുള്ള പേശികളുടെ ചലനം, വായിൽ നിന്ന് എന്തുണ്ടാവുക? ഉമിനീർ ഒഴുകുക. അതൊക്കെയാണ് പാർക്കിൻസൺസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് അപസ്മാരം. ഈ അപസ്മാരം എന്ന് പറയുമ്പോൾ തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ്. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുന്നു. ഇതാണ് അപസ്മാരത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലേക്ക് പോവുക. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PYQ ആണ് ഈ പറഞ്ഞതെല്ലാം ട്ടോ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത്? അൾഷിമേഴ്സ് ദിനം എന്നാണ്. അൾഷിമേഴ്സ് ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 21 എന്നാണ് അൾഷിമേഴ്സ് ദിനം? സെപ്റ്റംബർ 21. അപ്പൊ പാർക്കിൻസൺസ് പാർക്കിൻസൺസ് ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 11. അപ്പൊ സെപ്റ്റംബർ 21 ഏപ്രിൽ 11 മാറിപ്പോകരുത്. അൾഷിമേഴ്സ് ദിനമാണ് സെപ്റ്റംബർ 21. പാർക്കിൻസൺസ് ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 11. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.